അടുത്തിടെയായിരുന്നു രേണു സുധി അഭിനയ ലോകത്തേക്ക് വരുന്നത്. സുധിച്ചേട്ടനുണ്ടായിരുന്ന കാലത്ത് അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിലും അന്ന് സ്വീകരിച്ചിരുന്നില്ല. വാവൂട്ടന് ശ്രമിച്ചൂടെ എന്ന് സുധി ചോദിച്ചെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു രേണു. ഇപ്പോൾ എനിക്ക് ഒരു ജോലിയുമില്ലാതെ ജീവിക്കാനാവില്ല, വേറൊരു കാര്യവും എന്നെക്കൊണ്ട് കഴിയില്ല. സാമ്പത്തിക മേഖലയിൽ ജോലി കിട്ടിയെങ്കിലും എനിക്ക് കണക്കറിയില്ല, പിന്നെ ഞാനെങ്ങനെ ആ ജോലി ചെയ്യാനാണെന്നായിരുന്നു രേണു സുധി ചോദിച്ചത്. കൂടുതലും വിമർശനങ്ങളാണ് വരുന്നത്. എന്നാലും ഞങ്ങളെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ടും ചെയ്യാനും ആളുണ്ടെന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. യൂട്യൂബ് ചാനലിലൂടെയായും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് രേണു. ഇത്രയധികം പിന്തുണ പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്നുമായിരുന്നു രേണു പറഞ്ഞത്. രേണുവുമായുള്ള ബന്ധത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെത്തിയിരിക്കുകയാണ് നിമിഷ ബിജു. നിരവധി പേരായിരുന്നു നിമിഷയുടെ നിലപാടിന് കയ്യടിയുമായി എത്തിയത്. മോഡലിങ്ങിലും അഭിനയവുമൊക്കെയായി നിമിഷയും സജീവമാണ്. നെഗറ്റീവുകളൊന്നും ശ്രദ്ധിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നേരത്തെ തന്നെ നിമിഷ പറഞ്ഞിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, രേണുവിനെ കുറ്റപ്പെടുത്തുന്നവരോട്, അവളെ കാണാൻ നല്ല ക്യൂട്ടാണ്, നേരിൽ കാണാൻ ഫേസൊക്കെ ഒരുമാതിരിയാക്കിയിടുന്ന നിങ്ങൾ എല്ലാം തികഞ്ഞവരാണോ? നമുക്ക് ഭംഗിയും നമ്മുടെ രൂപവും ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ലേ? അതിനെ ഈ പെണ്ണുങ്ങളെ എന്തിനാണ് ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നത്? ഞാൻ ഇന്നലെ രേണുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവരുടെ കുടുംബക്കാരും കുറച്ച് മീഡിയക്കാരും അല്ലാതെ അവിടെ വേറെ ആരെയും കണ്ടില്ല. ഒരുപാട് പേര് സപ്പോർട്ടെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഈ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഈ പറയുന്നവൻ അവരുടെ വീട്ടിൽ പോയി അവരുടെ അവസ്ഥ ഒന്ന് തിരക്കിയാൽ നന്നായിരിക്കും. ഇനി ഇതിൻ്റെ പുറകെ പൊങ്കാലയും കൊണ്ട് വരണ്ട എന്നും നിമിഷ പറഞ്ഞു. ഓരോ വിഷമങ്ങൾ അത് അനുഭവിച്ചവർക്കേ അറിയൂ. എൻ്റെ അക്കൗണ്ടിലെ കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. ചേരുമ്പടി ചേർന്നു എന്നും പറഞ്ഞു. സുധിച്ചേട്ടൻ ജീവനോടെ ഇരിക്കുമ്പോഴുള്ള ബന്ധമാണ് രേണുവുമായിട്ട്. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഒരു വർക്ക് ഒരുമിച്ചങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു എന്നായിരുന്നു നിമിഷയുടെ കുറിപ്പ്.